ഹായ്. അപ്പോൾ ഓൺ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ ചെറുതായിട്ട് എല്ലാവർക്കും യൂസ് ആവണ ഒരു പേപ്പർ ക്ലിപ്പ് സാക്സ് ആണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അധികം ഉപകരണങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു മിനി ഹാങ്ങറാണ്. ഈ മിനി ഹാങ്ങർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാ യൂസ്ഫുൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മലൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അതുപോലെ റിങ് മോതിരങ്ങളൊക്കെ നമുക്കിതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഒരു വശം വളച്ചെടുത്താൽ മതി, മറ്റേത് അതേപോലെ തന്നെ നിന്നോട്ടെ. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ നമുക്ക് എന്താക്കാം, നമ്മുടെ മിനി ഹാങ്ങർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ റിങ് അല്ലെങ്കിൽ ഇയറിങ് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് അതവിടെ ഇരുന്നോളും. നമ്മുടെ ഈ മിനി ഹാങ്ങറിനോണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലുള്ള സാധനങ്ങൾ പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം പോകാൻ നിർത്തി ഒന്നിൻ്റെ ഒന്ന് കാണില്ല, മറ്റൊന്നിൻ്റെ കാണില്ല. അപ്പോൾ ആ പ്രശ്നം ഇതോട് കൂടി സോൾവ് ആവും കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് മാർക്കാണ്. എല്ലാവർക്കും ബുക്കൊക്കെ വായിക്കുന്നവരായിരിക്കും, പക്ഷെ ഭയങ്കര മടിയായിരിക്കുമല്ലേ ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനങ്ങനത്തെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. ഒരു കഷ്ണം പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കി നോട്ടാണ്. അതാകുമ്പോൾ എക്സ്ട്രാ ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സ്റ്റിക്കി നോട്ടാകുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഓൾറെഡി പശ ഉണ്ടായിരിക്കും, അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റിക്കി നോട്ട് എടുക്കുക. എന്ത് ചെയ്യുക, വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഭാഗം അടിയിൽ ഭാഗം സ്റ്റിക്കിനോട്ടില്ലാത്ത ഒരു ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ദെൻ നമ്മൾ ചില ബാനറൊക്കെ നമ്മൾ ചെയ്തെടുക്കില്ലേ, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അടിയിലേക്ക് വെട്ടി കൊടുക്കുക. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ പേജ് ആഡ് ചെയ്യാനാണ്. നമ്മൾ ബൈൻഡിങ്സ് ഒക്കെ ചെയ്ത ബുക്കിൽ നമുക്കൊരു എക്സ്ട്രാ പേജ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പേപ്പർ ക്ലിപ്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്താൽ എന്താവും, നമ്മുടെ ഒരു എക്സ്ട്രാ പേജ് നമുക്കിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒന്നും ഒട്ടിക്കണ്ട, വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എടുത്ത് തന്നാൽ അത് റെഡിയാവും. ഓക്കെ, അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു സർക്കിൾ എങ്ങനെ വരക്കാമെന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ കോമ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് ടാക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ. ഇതുപോലെ ഒരു പേപ്പർ ക്ലിപ്പിനുള്ളിൽ 2 പെന്ന് വെക്കുക, ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അടുത്തത് നമുക്ക് റിംഗ് ഹോൾഡറാണ്. നമ്മുടെ ക്ലിപ്പ് ഫുള്ളായിട്ട് വളച്ചെടുക്കുക കേട്ടോ, നിവർത്തിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ഒരു ഭാഗം വളച്ചിട്ട് എവിടെയെങ്കിലും കൊളുത്തിട്ടാൽ എന്തായി, നമ്മുടെ റിംഗ് ഹോൾഡർ സെറ്റായിട്ടാവും. ഇത് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റാക്കുക. അടുത്തത് ബൈൻഡിങ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റാപ്ലർ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ബൈൻഡിങ് ചെയ്യാൻ നേരമില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ്സ് ഹാക്സ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ആക്കാം. അതായത് എന്താ പറയുക, നമ്മുടെ പേപ്പർ ക്ലിപ്പിനെ ഒന്നായിട്ട് നിവർത്തിയെടുക്കുക. ദെൻ ഒരു പെന്ന് കൊണ്ട് അതിനെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ എന്തായി, നമുക്കൊരു മിനിമം ഒരു 2 റൗണ്ടൊക്കെ കിട്ടും. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, നമുക്ക് ഈ ഹോൾസ് ആക്കിയിട്ടുള്ള ബുക്കിലേക്ക് നമുക്കിങ്ങനെ തിരിച്ച് കയറ്റി കൊടുത്താൽ എന്തായി, നമ്മുടെ ബൈൻഡിങ് റെഡി ആവും കേട്ടോ. ഇത് എനിക്കെല്ലാം ഭയങ്കര ഇനി അത്രയും ചെയ്ത ഹാക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹാക്കാണ്. നല്ല രസമുണ്ട്, ഇങ്ങനെ ചുറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടുത്തത് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്കൂൾ കുട്ടികളൊക്കെ വളരെ ഇഷ്ടം, നമുക്ക് നല്ല രസമാണ്. അങ്ങനെ മാറ്റി കളർ മാറ്റി ഇങ്ങനെ കൊടുക്കാൻ ഒരു റിങ്ങാണ്, ഇൻഫിനിറ്റി റിങ്ങാണ് ചെയ്തെടുക്കാൻ പോണേ കേട്ടോ. ഇതിനും ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ പേപ്പർ ക്ലിപ്പ് ഫുള്ളായിട്ട് നിവർത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അവസാനമില്ലാത്ത പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഫിനിറ്റിൻ്റെ, നമ്മൾ ഹാർട്ട് പോലെ ഒരു സ്നേഹത്തിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ ഇൻഫിനിറ്റി യൂസ് ആക്കണുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വളച്ചെടുക്കുക. ദെൻ അടുത്ത ഭാഗം വീഡിയോയിൽ കാണുക, വീണ്ടും വളച്ചെടുക്കുക. ഒരു പെന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റൗണ്ടാക്കി എടുത്താൽ നമ്മുടെ ഇൻഫിനിറ്റി റിങ്ങും റെഡിയായി. അപ്പോൾ എല്ലാ ആക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.